Hello dear friends. ഇന്ന് നമ്മൾ കാണുന്നത് Faraday's law of electromagnetic induction എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഏകദേശം 1830കളിൽ ഫാരഡേ ചെയ്യുന്ന സീരീസ് ഓഫ് എക്സ്പെരിമെന്റിൽ നിന്നാണ് ഈ ലോയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ എന്താണ് എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ഇതിൽ കാണിച്ചുള്ള പോലെ തന്നെ നമുക്ക് നോക്കിയറിയാം. ഫാരഡേ a loop of wire, ഒരു ലൂപ്പ് ഓഫ് വയർ ഒരു മാഗ്നറ്റിനെ അക്രോസ് അദ്ദേഹം മൂവ് ചെയ്യും. മൂവ് ചെയ്യിച്ച സമയത്ത് അദ്ദേഹം കാണുന്നു there is a current in that loop. അതേപോലെ തന്നെ അദ്ദേഹം രണ്ടാമതായിട്ട് ചെയ്യുന്നത് ലൂപ്പ് സ്റ്റേഷനാക്കി വെച്ചിട്ട് മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുന്നു. ഈ സമയത്തും കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിതിൽ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നു, ലൂപ്പ് സ്റ്റേഷനെയാണ്, ദാറ്റ് ബൾബ് ഗ്ലോസ്. സെക്കൻഡ് കണ്ടീഷനിൽ ലൂപ്പ് മൂവ് ചെയ്യുന്നു, മാഗ്നറ്റ് സ്റ്റേഷനറിയാണ്, അപ്പോഴും ആ ബൾബ് കത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് എ കറണ്ട് ഫ്ലോ. പിന്നെ അദ്ദേഹം ചെയ്തതാണ് മാഗ്നറ്റും ലൂപ്പും മൂവ് ചെയ്യിക്കാതെ സ്റ്റേഷനറി ആക്കി വെക്കുന്നു, റെസ്റ്റിൽ വെക്കുന്നു. ബട്ട് ഹി ചേഞ്ചസ് ദ സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഈ മാഗ്നറ്റ് അല്ല, ഒരു ഇലക്ട്രോമാഗ്നറ്റ് വെച്ചിട്ട് അദ്ദേഹം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും എന്തുണ്ട്, ഈ ലൂപ്പിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ 3 എക്സ്പെരിമെൻറ്റുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒന്ന് ലൂപ്പ് സ്റ്റേഷനാക്കി വെച്ചിട്ട് മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുക, രണ്ടാമത് മാഗ്നറ്റ് സ്റ്റേഷനാക്കി വെച്ച് ലൂപ്പ് മൂവ് ചെയ്യിക്കുക, മൂന്നാമത് രണ്ടും സ്റ്റേഷനാക്കി വെക്കുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യുക. ഈ 3 കണ്ടീഷനിലും ഈ കോയിലിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഈ മാഗ്നറ്റും അതിലെ ലൂപ്പും തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ അവിടെ ഈ ഫസ്റ്റത്തെ 2 എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലാവുന്നതാണ്. മാഗ്നറ്റും ലൂപ്പും തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കൊന്ന് കിട്ടിയ കാര്യം. രണ്ടാമത്തെ കണ്ടീഷനിൽ മാഗ്നറ്റോ ലൂപ്പോ മൂവ് ചെയ്യുന്നില്ല അല്ലേ, അവിടെ ചേഞ്ച് ചെയ്യുന്ന എന്താണ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഓർ എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് മാഗ്നറ്റ് ആൻഡ് ദ കോയിൽ റിസൾട്ട്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റും കോയിലും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഈ കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫാരഡേ അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റീവ് മോഷനൊക്കെ പറയുമ്പോൾ റിലേറ്റിവിറ്റി ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കണ്ടീഷൻ ഇതാണ്, ഇപ്പോൾ നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് കട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു EMF ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആണ് ഫാരഡേ അദ്ദേഹത്തിൻ്റെ ലോ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഫാരഡേയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിരേഷൻ ആണ് ഇത്, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. ഈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോയിൽ ഒന്നാണ്. ആൻഡ് ദിസ് predicts how the magnetic field interact with electric circuit to produce an electromotive force. ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് വെൻ a current is induced in a conductor which is subjected to an changing magnetic field. ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുന്ന കണ്ടക്ടറിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാനാണ് ലെൻസസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. ലെൻസസ് ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടി കാണും. ലെൻസസ് ലോ പറയുന്നതാണ്, the direction of induced current will be such that the magnetic field created by the induced current opposes the initial changing magnetic field which produced it. എന്തുകൊണ്ടാണോ ഇവിടെ കറണ്ട് ഉണ്ടായത്, ഇവിടെ കറണ്ട് ഉണ്ടാകാനുള്ള കാരണം എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാം. സപ്പോസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു
കറണ്ട് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടായി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരു സെർട്ടൺ ഡയറക്ഷനാണ്. അത് ഏത് ഡയറക്ഷനാണ്? ഈ കറണ്ട് ഏത് ഡയറക്ഷനിലൂടെ ഫ്ലോ ചെയ്താലാണോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നത് കുറയ്ക്കുന്നത്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസിനെ ഒപ്പോസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്താലാണോ ആ ഡയറക്ഷനിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് ലെൻസസ് ലോ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏതാണ് ഡയറക്ഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് പറയുന്നത്. യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലേക്ക് വരികയാണ്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറയുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദാറ്റ് a change in magnetic field induces an EMF. ഒരു change in magnetic field EMF induce ചെയ്യുന്നുണ്ട്. That means whenever there is a change in magnetic field associated with a closed circuit, an EMF is induced in circuit. ഒരു ക്ലോസ് സർക്യൂട്ടുമായി അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു EMFൻ്റെ എക്സ്പ്രഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് magnetic flux through the closed path. Negative time rate of change of magnetic flux through the closed path. Here epsilon is the induced EMF and phi is the magnetic flux. So d by dt is the rate of change of time rate of change of magnetic flux. d phi by dt is the time rate of change of magnetic flux. Okay, now what is electromotive force, EMF? Electromotive force EMF ennu ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ it is the work done by the electric field to take a unit positive charge once along a closed path. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യാൻ, ഒരു തവണ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയാണോ ആ വർക്കിനെ പറയുന്ന പേരാണ് വർക്ക് ഡൺ. നമ്മളല്ല, ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് എന്താണോ ആ വർക്കിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, നൗ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സപ്പോസ് DL നമ്മുടെ മൊത്തം ക്ലോസ് സർക്യൂട്ടിൻ്റെ ലെങ്ത് എല്ലാം വിചാരിക്കുക. DL എന്ന് പറയുന്ന ചെറിയൊരു ലെങ്ത്ത് നമ്മൾ മൂവ് ചെയ്യിക്കണമെങ്കിൽ, ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് DL ലെങ്ത് മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, F.dl ആയിരിക്കും. ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. F is the force and DL is displacement. Then F.dl will be the small work done required to move a unit positive charge for a distance DL. ഓക്കെ, നമ്മളുടെ ചോദ്യം, നമ്മൾ ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഒരു തവണ കംപ്ലീറ്റ് ആയിട്ട് ഈ സർക്യൂട്ട് മൂവ് ചെയ്യണം അല്ലേ, ക്ലോസ് സർക്യൂട്ടിൽ ഒരു തവണ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യണം. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വൺസ് അലോങ് ദാറ്റ് ക്ലോസ്ഡ് പാത്ത്. So that the total work done W is equal to integral dW, which is the small work done that is required to move the unit positive charge through a distance dl. So total work done integral dW ആണ്, that is equal to integral F dot dl. Okay, now electrostatics നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് F is equal to charge into electric field. F is equal to QE, force is equal to QE എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q എന്ന് പറയുന്ന ചാർജ് ആണ്, E is the applied electric field. ഓക്കെ, നമ്മളിവിടെ EMFൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത് എന്താണ്, എത്ര ചാർജാണ് പറയുന്നത് മൂവ് ചെയ്യുന്നത്, എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ +1 ആയിട്ട് നമുക്ക് എടുക്കാം. U is equal to +1 അല്ലേ, Q is equal to +1. അപ്പോൾ F is equal to എന്തായി, E ആയിട്ട് മാറി. ഓക്കെ, ദെൻ W is equal to integral, ക്ലോസ്ഡ് പാത്ത് ആണ്. സോ ഇവിടെയൊക്കെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എടുക്കണം, ഇവിടെ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, എഫിന് പകരം QE, ക്യൂവിൻ്റെ വാല്യൂ 1 കൊടുത്തു, അപ്പോൾ നമുക്ക് F is equal to E കിട്ടി. സോ ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഹിയർ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E dot dl, which is equal to the work done and that is the electromotive force or EMF. Okay, so EMFനെ നമ്മൾ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്, എന്താണ്, ഫ്രം Faraday's law, E epsilon is equal to - d phi by dt, and we are also obtained that epsilon is equal to line integral E dot dl. So equating these two, then you can write that closed integral E dot dl is equal to - d phi by dt. Here phi എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ. സോ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാം, ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് in a direction normal to the area അല്ലേ, that is equal to
surface integral b dot ds. Closed surface integral b dot ds ആണ് magnetic flux ന്റെ expression. Phi is equal to closed surface integral b dot ds. So we are replacing this phi with surface integral closed surface integral b dot ds. Now taking the differential term into integral because they are independent, mutually independent, then line integral closed line integral e dot dl is equal to minus surface integral d by dt is replaced with dou by dt because this is partial differentiation ആയിട്ട് മാറുന്നുണ്ട്. So minus surface integral dou b by dou t dot ds ആയിട്ട് മാറി. Dou b by dou t dot ds. So left hand side le integration with respect to dl line element ആണ്, right hand side integration with respect to area surface integral. So we have to make both surface integral. For that applying Stokes theorem on left hand side le നമ്മൾ Stokes theorem apply ചെയ്യണം. Stokes theorem പ്രകാരം പറയുന്നതാണ് closed integral line integral f dot dl is equal to surface integral del cross f dot ds. ഇങ്ങനെയാണ്, ഇതാണ് Stokes theoremത്തിന്റെ mathematical representation. Line integral f dot dl is equal to surface integral del cross f dot ds. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടെ നമുക്ക് എഫിന് പകരം നമുക്കുള്ളത് ഇ ആണ് അല്ലേ. അപ്പോൾ ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഇവിടെ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് ആയിട്ട് മാറി. സോ സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു മൈനസ് സർഫസ് ഇൻ്റഗ്രൽ ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ഡി എസ്. സോ ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യാം, രണ്ടും ബേസ്ഡ് ഓൺ സർഫസ് ഇൻ്റഗ്രലാണ്. സോ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു minus dou b by dou t. Del cross E is equal to minus dou b by dou t, which is known as the differential form of Faraday's law. Faraday's law ന്റെ differential form ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. Del cross E is equal to minus dou b by dou t. ഇവിടെ നമുക്ക് അറിയാം that means ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് E ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടായത്? That is our statement അല്ലേ. Changing magnetic field induces an electric field. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ് അല്ലേ. സോ ഹിയർ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് 0 ആണോ? അല്ല. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കിട്ടിയ എന്താണ്? മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. സപ്പോസ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറയാം. കാരണം എന്താണ്? ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആവണമെങ്കിൽ അതിൻ്റെ കേൾ എന്തായിരിക്കണം? 0 ആണ് അല്ലേ. ഇവിടെ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നാണ്. ദാറ്റ് മീൻസ് ദ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അങ്ങനെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് എ കൺസർവേറ്റീവ് ഫീൽഡ്. ഇതൊരു കൺസർവേറ്റീവ് ഫീൽഡ് അല്ല. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം ചേഞ്ചിങ് ഓർ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടായ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് അല്ല. അതാണ് നമുക്ക് ഫാരഡേസ് ലോ, ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഫാരഡേസ് ലോ എന്ന് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം. ഓക്കെ, ഇനി ഈ ഡിഫറൻഷ്യൽ ഫോം നമ്മൾ ഇതിനു മുമ്പ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ, ബയോട്ട്-സവാർട്ട്സ് ലോ, ഫാരഡേസ് ലോ, ആംബിയർ സർക്യൂട്ട് ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഡിഫറൻഷ്യൽ ഫോംസ് ആണ് നമ്മളിവിടെ ജസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 വിച്ച് ഇസ് എ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ. ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അത് ആംബിയർ സർക്യൂട്ടൽ ലോൻ്റെ അതിൽ നിന്ന് കിട്ടുന്നതാണ്. ആംബിയർ സർക്യൂട്ടല്ല, ബയോട്ട്-സവാർട്ട്സ് ലോ, അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് കിട്ടുന്നുണ്ട്. ആംബിയേഴ്സ് ലോ എന്ന് കിട്ടുന്നത് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് പറയുന്ന റിലേഷൻ. സോ ദീസ് ആർ 4 ബേസിക് ഇക്വേഷൻസ് ഇൻ ഇലക്ട്രോഡൈനാമിക്സ്. ഇലക്ട്രോഡൈനാമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഈ ഇക്വേഷൻസ്. ഓക്കെ, നൗ ലെൻസസ് ലോ നമ്മൾ ഓൾറെഡി ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പറഞ്ഞത്? Lenz's law എന്ന് പറയുന്നത് it states that the direction of the induced current will be such that the magnetic field created by the induced current opposes the initial changing magnetic field which produced it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലൈക്ക് ദിസ്
ലെൻസസ് ലോയിലെ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന ഒരു കണ്ടീഷൻ ഇതാണ്, നേച്ചർ അബോഴ്സ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. നേച്ചർ അബോഴ്സ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. അബോഴ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വെറുക്കുക എന്നാണ്. പ്രകൃതിക്ക് ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്, നമ്മൾ മാഗ്നറ്റിക് കോയിൽ റെസ്റ്റിൽ വെച്ചിട്ട് മാഗ്നറ്റ് മൂവ് ചെയ്യിച്ചാലും അല്ലെങ്കിൽ മാഗ്നറ്റ് റെസ്റ്റ് വെച്ച് കോയിൽ മൂവ് ചെയ്യിച്ചാലും അവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. സോ സപ്പോസ് ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുകയാണ്, നമ്മളിപ്പോൾ ഇവിടേക്ക് നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ട് അല്ലേ. നമ്മൾ ഇവിടേക്ക് നമ്മൾ ഇതിലെ ഫീൽഡ് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിത് റിലേറ്റീവ് മോഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. ആ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് ഉണ്ടാവാൻ കാരണമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പിന്നെ കറണ്ട് ഉണ്ടായതുകൊണ്ടുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ. കറണ്ട് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പിന്നെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കറണ്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തായാലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ കറണ്ട് കൊണ്ട് ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഉണ്ടാവാൻ കാരണമായ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. അതാണ് ലെൻസസ് ലോയുടെ ഏറ്റവും വലിയ കണ്ടീഷൻ. കറണ്ട് ഉണ്ടായതുകൊണ്ട് കറണ്ടിനോട് അസോസിയേറ്റ് ചെയ്ത് കറണ്ട് ഉണ്ടായതുകൊണ്ടുണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഉണ്ടാവാൻ കാരണമായ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് നമുക്കത് പറയാൻ പറ്റുക. കറണ്ട് ഇപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഞാനിപ്പോൾ മുകളിലേക്കാണ് തമ്പ് പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേളി ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അത് ക്ലോക്ക് വൈസ് ആണ് നമുക്കറിയാം, ഓരോ പോളുകൾ സൗത്ത് പോൾ ഏതാണ് നോർത്ത് പോൾ ഏതാണെന്നൊക്കെ നമ്മൾ ആ റൊട്ടേഷനെ ബേസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതേപോലെ ഡൗൺവേർഡ്സ് ആയിട്ടാണ് ഞാൻ കറണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേളിങ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക, ക്ലോക്ക് വൈസ് ആയിട്ടാണ്. മറ്റേത് തമ്പ് മുകളിലേക്കാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസും തമ്പ് താഴത്തേക്കാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെയുള്ള ഫീൽഡ് ഏതാണെന്ന് വെച്ചാൽ നോർത്ത് പോളാണോ സൗത്ത് പോളാണോ എന്ന് മനസ്സിലാവുന്നത്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ നമ്മുടെ കറണ്ട് ഉണ്ടാവാൻ കാരണമായ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞാൽ മതി. ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ദ ഫ്ലക്സ് ഇറ്റ് പ്രൊഡ്യൂസസ് ടെൻസ് ടു ക്യാൻസൽ ദ ചേഞ്ച്. ദ ഫ്ലക്സ് ഇറ്റ് പ്രൊഡ്യൂസസ് ടെൻസ് ടു ക്യാൻസൽ ദ ചേഞ്ച്. ദാറ്റ് മീൻസ് it can also be explained as the induced EMF will cause a current to flow in the closed loop in such a direction that opposes the change in the linking magnetic flux. അതിൽ ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കറണ്ട് ഫ്ലോ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മാത്തമാറ്റിക്കലി ഇൻഡിക്കേറ്റഡ് ബൈ ദ നെഗറ്റീവ് സൈൻ. എപ്സിലോൺ ഇസ് ഈക്വൽ ടു d∅/dt ആണ് ആക്ച്വലി എന്ന് പറയുന്നത്. എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് d∅/dt എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദിസ് ദ ഇൻഡ്യൂസ്ഡ് EMF, the current produced due to the induced EMF, it flows in such a direction that it will oppose the cause. Okay, so this is the Lenz's law. നമുക്ക് ഈ മൂവ്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ കാണാം. ഇപ്പോൾ അവിടെ നോക്കുക കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ് അല്ലേ. Now look at this. നമ്മളതിനെ പുറത്തേക്ക് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരാതെ ഇത് ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഉള്ളിലേക്കാണ് കടത്താൻ ശ്രമിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ ഉള്ളിലേക്ക് കടക്കാതെ നോക്കാൻ ഈ കറണ്ടിൻ്റെ ഫ്ലോ ട്രൈ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ലെൻസസ് ലോ. ഓക്കെ, നൗ നമ്മൾ ഓൾറെഡി ഫാരഡേസ് ലോ പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു EMF അല്ലേ. എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ഉണ്ടാകാം. ഒന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിക്കുമ്പോൾ 1/4πε0 Q/r² എന്ന് പറയുന്ന റിലേഷൻ. ദാറ്റ് മീൻസ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ഡയറക്റ്റ് ഓർ അസോസിയേറ്റഡ് ഡയറക്ട്ലി വിത്ത് ദ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജുമായി ഡയറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. Now other one is, that is the induced electric field, which is
അസോസിയേറ്റഡ് വിത്ത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടാണ് എപ്പോഴും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണോ μ0J, നമ്മളിപ്പോൾ ആംബിയർ സർക്യൂട്ടല്ലോ μ0Jയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇൻ ദ സെയിം വേ ആണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, -∂B/∂t എന്ന് പറയുന്ന ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ബയോട്ട്-സവാർട്ട്സ് ലോ എന്ന് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, B = μ0/4π വോളിയം ഇൻ്റഗ്രൽ J×r⁵r² d², അല്ലേ? ഇവിടെ ബിയും μ0Jയും തമ്മിൽ ഉള്ള റിലേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ, ദാറ്റ് മീൻസ് ഇവിടെ μ0Jക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ബിക്ക് പകരം ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ μ0Jക്ക് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി, -∂B/∂t എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ദിസ് ബി പകരം E ആയി, 1/4π ഉണ്ട്, μ0Jക്ക് പകരം -∂B/∂t, അല്ലേ? അപ്പോൾ -1/4π∂B/∂t, ബാക്കിയൊക്കെ സെയിം, ×r⁵r² d². സോ ബോത്ത് ആർ വോളിയം ഇൻ്റഗ്രൽ. സോ എങ്ങനെയാണോ ബിയും μ0Jയും റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇയും -∂B/∂tയും റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് കോർഡിനേറ്റ് ആണ്, വോളിയം ആണ്. ഇവിടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ യു ക്യാൻ ഇന്റർചേഞ്ച് ദിസ്. സോ ∂by∂t എന്ന് പുറത്തേക്ക് എടുത്തു, -1/4π വോളിയം ഇൻ്റഗ്രൽ B×r⁵r² d² എന്ന് പറയുന്ന ഫോമിൽ ഇലക്ട്രിക് ഫീൽഡ് എഴുതി കാണാം. ദിസ് ഇസ് ദി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നൗ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഇസ് 1/4π ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ B×r⁵r² d² എന്നുള്ളതിന് പകരമായിട്ട് എഴുതുന്നതാണ് E = -∂A/∂t. E = -∂A/∂t, where A is known as the magnetic vector potential. എക്ക് പറയുന്ന പേരാണ് magnetic vector potential. Now take curl of this equation. ഈ ഇക്വേഷൻ്റെ കേൾ എടുക്കുക. അപ്പോൾ ∇ × E = രണ്ട് സൈഡിലും ∇ ക്രോസ് കൊണ്ടുവരാം. ∇ × E = ∇ × -∂A/∂t. ഓക്കെ, ഇനി ഈ ടേമിനെയും കൂടി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ∇ × E -∂A/∂t ലെഫ്റ്റ് സൈഡിലേക്ക് വരും പ്ലസ് ആയി, അല്ലെ? ∇ × E +∂A/∂t റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലാ ടേമും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ ബാക്കിയുള്ളത് റിമൈൻ ചെയ്യുന്നത് 0 ആണ്. അപ്പോൾ ∇ × E +∂A/∂t = 0 എന്നായിട്ട് മാറി. ഓക്കെ, ഫ്രം ദിസ് വി ക്യാൻ, നമുക്കറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. കേൾ ഓഫ് ഗ്രേഡിയൻറ്റ് ഈസ് 0 എന്ന് പറയുന്നൊരു റിലേഷൻ. സോ കേൾ ഓഫ് ഗ്രേഡിയൻറ്റ് = 0 എന്നാണ്. ദാറ്റ് മീൻസ് E +∂A/∂t can be rewrite in terms of in the form of gradient. E +∂A/∂t ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ E +∂A/∂t is simply replaced with -∂V. ഓക്കെ, -∂V, that is -grad V എന്നുള്ള ഗ്രേഡിയൻ്റ് ഓഫ് B എന്നുള്ള പോലെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ E എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡാണ്, A എന്ന് പറയുന്നത് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലാണ്, V ഈസ് ദി ഇലക്ട്രിക് സ്കേലാർ പൊട്ടൻഷ്യൽ. ഇവിടെ V എന്ന് പറയുന്നത് സ്കേലാർ പൊട്ടൻഷ്യലാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. സോ E is equal to, E എന്നുള്ള ഫോം നമുക്ക് എങ്ങനെ എഴുതാം, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് E is equal to -∂V -∂A/∂t എന്ന് പറയുന്ന റിലേഷനും കൂടി നമുക്ക് E is equal to -∂V -∂A/∂t. This is more general relation. E is equal to -∂V എന്ന് പറയുന്ന റിലേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നുണ്ട്. അവിടെ ഇലക്ട്രോഡൈനാമിക്സ് ആയി കഴിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസും അല്ലെങ്കിൽ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ E is equal to -∂V -∂A/∂t എന്ന് പറയുന്ന റിലേഷൻ കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മളിതുവരെ കണ്ടത് എന്താണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ എന്താണ്, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽസിൻ്റെ ടൈമിലുള്ള എക്സ്പ്രഷനും നമ്മളിതിൽ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.